വാരണാസി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്ന മണ്ഡലം. ഇവിടെ നിന്ന് പുറത്തുവരുന്ന വാർത്തകൾ ജനാധിപത്യത്തിന് അത്ര ശുഭകരമല്ല. എതിരാളികളുടെ നാമനിർദ്ദേശ പത്രികകൾ പലതും മണ്ഡലത്തിൽ തള്ളിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് വരണാധികാരി. ജനാധിപത്യത്തിന്റെ ഉത്സവത്തിൽ ജനങ്ങൾ ഒന്നടങ്കം പങ്കെടുക്കണമെന്ന് ആഹ്വാനം ചെയ്ത ഭരണാധികാരി മത്സരിക്കുന്ന മണ്ഡലത്തിൽ തന്നെയാണ് ഈ ജനാധിപത്യ ധ്വംസനം. തെരഞ്ഞെടുപ്പ് കാലത്ത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതും സമർപ്പിച്ച പത്രിക തള്ളിപ്പോകുന്നതും ഒരു പുതുമയുള്ള കാര്യമല്ല. എന്നാൽ സമർപ്പിച്ച പത്രികകളിൽ പകുതിയിലധികവും തള്ളുമ്പോൾ അതിലൊരു ശരികേടില്ലേ എന്ന് ചോദിച്ചാൽ തെറ്റ് പറയാനില്ല. സംഭവം നടക്കുന്നത് ഉത്തർപ്രദേശിലെ വാരണാസി മണ്ഡലത്തിലാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനവിധി തേടുന്ന മണ്ഡലത്തിൽ അദ്ദേഹത്തിന്റെ എതിർ സ്ഥാനാർത്ഥികളായി പത്രിക സമർപ്പിച്ച 41 പേരിൽ 33 പേർ സമർപ്പിച്ച പത്രികയാണ് നിരസിക്കപ്പെട്ടത്. നാമനിർദ്ദേശ പത്രിക തള്ളുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ കാരണങ്ങൾ സ്ഥാനാർത്ഥികളെപ്പോലും ബോധ്യപ്പെടുത്തുന്നില്ല എന്നതും സംശയാസ്പദമാണ്. വിഷയത്തിൽ മോദിക്കും ഭരണകൂടത്തിനുമെതിരെയുള്ള മുറുമുറുപ്പുകൾ ഇതിനോടകം തന്നെ പരസ്യമായി ഉയർന്നിട്ടുണ്ട്. 2019 26-ഉം 2014 42-ഉം സ്ഥാനാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വാരണാസിയിൽ ഇത്തവണ 7 സ്ഥാനാർത്ഥികൾ മാത്രമാണ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. എന്തുകൊണ്ടാണ് സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ ഇത്തവണ ഇത്രയും വലിയ കുറവെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കൂടുതൽ സ്ഥാനാർത്ഥികൾ മത്സര രംഗത്ത് വന്നാൽ വോട്ടുകൾ ഭിന്നിക്കുമോ എന്ന BJPയുടെ ഭയമാണോ ഈ കുൽസിത പ്രവർത്തിക്കു പിന്നിൽ? അല്ലെങ്കിൽ പരാജയ ഭീതിയോ? നാമനിർദ്ദേശ പത്രിക തള്ളുന്നതിലെ പന്തികേടുകൾ വാരണാസിയിൽ നിന്ന് ഇതാദ്യമായല്ല ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഹാസ്യകലാകാരനും രാഷ്ട്രീയ പ്രവർത്തകനുമായ ശ്യാം രംഗീലയുടെ പത്രിക തള്ളിയത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണിപ്പോൾ നിരവധി പേർ പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. രാജ്യം ഉറ്റുനോക്കുന്ന തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം ഇത്തവണയും കൈവരിക്കുമെന്ന് അവകാശപ്പെടുന്ന പ്രധാനമന്ത്രിയും കൂട്ടരും വാരാണസിയിലെ എതിർ സ്ഥാനാർത്ഥികളെ എന്തിനാണിത്ര ഭയക്കുന്നത്? രാജ്യം ഭരിക്കുന്ന പാർട്ടിക്ക് ഇതിൽ പങ്കുണ്ടോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാനും കഴിയില്ല. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നുണ്ട് എന്ന കിംവദന്തി പരക്കാൻ തുടങ്ങിയിട്ട് കാലം കുറെ ആയെങ്കിലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിൽ വ്യക്തത വരുത്താൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ജനാധിപത്യ രാജ്യത്ത് ജനപ്രതിനിധികളെ തെരഞ്ഞെടുക്കുവാനുള്ള പൂർണ്ണ അവകാശികൾ ആ രാജ്യത്തെ പൗരന്മാരെന്നിരിക്കെ എത്ര കാലം ഈ കള്ളക്കളികളും സ്വേച്ഛാധിപത്യ ഭരണവും നരേന്ദ്രമോദിക്ക് തുടരാനാവും?